Fluids and circulation. Question number 1. Observe the flowchart and answer the question given below. Read through the flowchart correctly. What will happen if the SA node is not working properly? ഈ ഫ്ലോ ചാർട്ടാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. SA നോഡ്, AV നോഡ്, വെൻട്രിക്കിൾ കൺട്രാക്ട്, AV ബണ്ടിൽ, ഓറിക്കിൾ കൺട്രാക്ട്. ഇതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ SA നോഡ് വർക്കിംഗ് പ്രോപ്പർലി അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ. SA നോഡ്, AV നോഡ്, AV ബണ്ടിൽ, ഓറിക്കിൾ കൺട്രാക്ഷൻ ആൻഡ് വെൻട്രിക്കിൾ കൺട്രാക്ഷൻ. ഈ ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കണം. രണ്ടാമത്തത്, ഇഫ് SA നോഡ് ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഹാർട്ട് ബീറ്റ് ഗെറ്റ്സ് അബ്നോർമൽ ആൻഡ് ലീഡ്സ് ടു സീരിയസ് ഹാർട്ട് ഡിസീസസ്. കാരണം ഹാർട്ട് ബീറ്റിൻ്റെ സ്റ്റാർട്ടിങ് തുടക്കുന്നത് SA നോഡാണ്. അത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇവിടെ RBC 5.5 million, ന്യൂട്രോഫിൽ 65%, മോണോസൈറ്റ് 5%, ബേസോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യന് വിച്ച് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ദിസ് ബ്ലഡ് ഈസ് അബ്നോർമൽ. ഇതിലെ ഏത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് അബ്നോർമലായിട്ട് വരുന്നത്? വാട്ട് ഈസ് എ നോർമൽ ഫങ്ഷൻ ഓഫ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ്? ഇതിൽ ആ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഏറ്റവും അബ്നോർമലായിട്ട് കാണുന്നത് ഈസ്നോഫിലാണ്. കാരണം 15% ഒന്നും ഒരിക്കലും ഈസ്നോഫിൽ വരില്ല. ഇനി എന്താണ് ഈസ്നോഫിലിൻ്റെ ഫങ്ഷൻ? ഇറ്റ് റെസിസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് അലർജിക് റിയാക്ഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. സ്റ്റെതസ്കോപ്പ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ സൗണ്ട്സ് ഓഫ് ദ ഹാർട്ട്. മെൻഷൻ ദ 2 sounds of the heart. Give the cause of the heart sound. രണ്ട് സൗണ്ട് ഉണ്ട്, ലബും ഡബും. ലബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലോഷർ ഓഫ് ദ ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്. ആൻഡ് ഡബ് ഈസ് ദ സൗണ്ട് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലോഷർ ഓഫ് ദ സെമി ലൂനാർ വാൾവ്സ്. അപ്പോൾ ആദ്യം അടയുന്നത് ട്രൈകസ്പിഡും ബൈകസ്പിഡും വാൽവായിരിക്കും. അപ്പോഴാണ് ലബ് എന്നുള്ള സൗണ്ട് ഉണ്ടാവുക. രണ്ടാമത്തെ സൗണ്ടാണ് ഡബ് സൗണ്ട്. ഇത് സെമി ലൂനാർ വാൾവ്സ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. If a person having blood group A is given blood transfusion of blood group B by mistake, what will be its effect? A ഗ്രൂപ്പുള്ള ഒരാൾക്ക് B ഗ്രൂപ്പിൻ്റെ ബ്ലഡ് കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? He will have antibodies against this antigen, so there is a chance of clotting or coagulation. അപ്പോൾ പിക്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് സ്വാഭാവികമായിട്ടും അയാളുടെ ബോഡിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോട്ടിങ്ങോ അല്ലെങ്കിൽ കോയാഗുലേഷനോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. നെയിം ദ നോഡൽ ടിഷ്യൂ A ആൻഡ് B. A ഏതാണ്, B ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വൈ A ഈസ് കോൾഡ് എ പേസ് മേക്കർ. അപ്പോൾ A എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പേസ് മേക്കറാണ്. അപ്പോൾ A എന്നുള്ളത് നമ്മൾ എഴുതേണ്ട ആൻസർ എങ്ങനെയാണ്? A is SA node and B is AV node. SA node is responsible for initiating and maintaining the rhythmic contractile activity of the heart. SA node ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോഡൽ ടിഷ്യൂ ആണ്. ഹാർട്ട് ബീറ്റിൻ്റെ സ്റ്റാർട്ടിങ് SA നോഡിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. The blood pressure of a person is shown as 170/130 mm of Hg. What would be his disease? How it affects his body? ഒന്ന്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷനാണ്, അല്ലെങ്കിൽ ഹൈ BP എന്ന് എഴുതിയാലും മതി. It leads to heart diseases and also it affects the vital organs like brain and kidney. ഹാർട്ട് ഡിസീസിലേക്ക് ലീഡ് ചെയ്യും, മാത്രമല്ല ബ്രെയിനെയും കിഡ്നിയും അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 7. A person with A negative blood group is injured severely in an accident. His relatives with A positive and B positive ready to donate. Info the consequence he received the blood from him. A നെഗറ്റീവ് ഉള്ള ബ്ലഡുള്ള ആളുകൾക്ക് ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോട്ടിങ്ങോ അല്ലെങ്കിൽ കോയാഗുലേഷനോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ A നെഗറ്റീവ് ഉള്ള ബ്ലഡ്
മാത്രമേ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ പോസിറ്റീവും നെഗറ്റീവും പ്രത്യേകിച്ച് RH ആൻറ്റിജൻസ് വർക്ക് ചെയ്തിട്ട് വേറെ കുറേ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഒബ്സർവ് ദ ബ്ലഡ് സെൽസ് ആൻഡ് അറ്റംപ്റ്റ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 4 ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ന്യൂട്രോഫില്, ഈസിനോഫില്, ബേസോഫിൽ ആൻഡ് മോണോസൈറ്റ്. Which among the above cells least possibly found when you observe a drop of blood? ഏറ്റവും കുറച്ച് കാണുന്നത് ഏതാണ് ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡിൽ? റൈറ്റ് വൺ ഫങ്ഷൻ ഓഫ് എനി 2 ടൈപ്സ്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ഫങ്ഷൻ എഴുതാം. കാറ്റഗറൈസ് ദ WBC ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ ഗ്രാനുൾസ്. പ്രോട്ടീൻ ഗ്രാനുൾസിൻ്റെ പ്രസൻസും ആബ്സെൻസും വെച്ചിട്ട് WBCനെ കാറ്റഗറൈസ് ചെയ്യാം. ഏറ്റവും കുറച്ച് കാണുന്നത് ബേസോഫിലായിരിക്കും. ഓക്കെ, ഈ രണ്ടെണ്ണമാണ് ഫങ്ഷൻ എഴുതിയിരിക്കുന്നത്. ലിംഫോസൈറ്റിൻ്റെ ഫങ്ഷന് ഇമ്മ്യൂൺ റെസ്പോൺസസ് ഓഫ് ദ ബോഡിയാണ്. ബേസോഫിലിൻ്റെ ഫങ്ഷൻ ഇറ്റ് സെക്രേറ്റ് ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ ആണ്. ഇനി 2 തരത്തിലുള്ള WBCs ഉണ്ട്. ഒന്ന് ഗ്രാനുലോസൈറ്റ്സ് ആണ്, വേറൊന്ന് എഗ്രാനുലോസൈറ്റ്സ് ആണ്. ഗ്രാനുലോസൈറ്റ്സ് ന്യൂട്രോഫില്, ബേസോഫില്, ഈസിനോഫിലാണ്. എഗ്രാനുലോസൈറ്റ്സ് ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സും ആണ് വരിക. Okay, answer the following in a few words. Significance of pulmonary circulation in man. എന്താണ് പൾമിനറി സർക്കുലേഷൻ്റെ ഉദ്ദേശം? ഫോർ ഓക്സിജനേഷൻ ഓഫ് ബ്ലഡ് ആണ്. ഫങ്ഷൻസ് ഓഫ് എറിത്രോസൈറ്റ്സ്, ക്യാരിയിങ് ഓഫ് ഓക്സിജൻ. എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ RBC ആണ് കേട്ടോ. പേസ് മേക്കർ ഫോർ എ ഹ്യൂമൻ ഹാർട്ട് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഹ്യൂമൻ ഹാർട്ട് പേസ് മേക്കർ ആരാണ്? SA നോഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഫങ്ഷന് ഇനീഷ്യേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ റിതമിക് കൺട്രാക്ടൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. Normal blood pressure of a human being and its variation during hypertension. Normal blood pressure 120/80 ആണ്. ഹൈ BP എന്ന് പറഞ്ഞാൽ 140/90 ആണ്. The sequential events in the heart which are cyclically repeated are called cardiac cycle. What are the phases of cardiac cycle? Why do we call the human heart as myogenic? What is the role of SA on a human heart? Cardiac cycle different phases ഏതൊക്കെയാണ്? ഹ്യൂമൻ ഹാർട്ടിന് എന്തുകൊണ്ടാണ് മയോജനിക് എന്ന് പറയുന്നത്? പിന്നെ SANൻ്റെ റോൾ എന്താണ്? ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫേസസ് എന്ന് പറഞ്ഞാൽ 3 ഫേസസ് ആണ്. ഓറിക്കുലർ സിസ്റ്റോള്, വെൻട്രിക്കുലർ സിസ്റ്റോള്, ഓറിക്കുലോ വെൻട്രിക്കുലർ ഡയാസ്റ്റോള്. ഇനി ഹ്യൂമൻ ഹാർട്ടിന് എന്തുകൊണ്ട് മയോജനിക് എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് ദ ഹാർട്ട് ബീറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം എ കാർഡിയാക് മസ്കുലേച്ചർ നോഡൽ ടിഷ്യൂ. ഹാർട്ട് ബീറ്റ് തുടങ്ങുന്നത് SA നോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ മസ്കുലർ സ്ട്രിപ്പിൻ്റെ മുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ മസിൽസ് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? മയോജനിക്, ഒറിജിനേറ്റിംഗ് ഫ്രം എ മസിൽ. ഇനി എന്താണ് SANൻ്റെ റോള്? SAN ഈസ് ഇനിഷ്യേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ കൺട്രാക്ടൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്. ഇങ്ങനെ എത്ര തവണ പറഞ്ഞതാണ്. സെയിം സാധനം തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ ഫങ്ഷൻ. ന്യൂട്രോഫിൽ, എറിത്രോസൈറ്റ്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ ആൻഡ് ഈസിനോഫിൽ. ഇതിൽ ഓഡ് വൺ ഏതാണ്? എറിത്രോസൈറ്റ് ആണ്. ബാക്കിയെല്ലാം WBC ആണ്. ഇനി അതിൻ്റെ ഫങ്ഷൻ ക്യാരിയിങ് ഓക്സിജൻ ആണ്. നെയിം ദ 2 types of heart valves and mention their function. ഇവിടെ ഹാർട്ടിൽ കാണുന്ന 2 വാൽവ്സ് ഏതൊക്കെയാണ്? അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്? 2 തരം വാൽവാണുള്ളത്. ഒന്നാമത്തെ വാൽവിൻ്റെ പേരാണ് AV വാൽവ്സ്. ഓറിക്കുലർ വെൻട്രിക്കുലർ വാൾവ് എന്ന് എഴുതാം. ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ് എന്ന് എഴുതാം. എന്താണ് ഇതിൻ്റെ ഫങ്ഷന്? ഇറ്റ് ഈസ് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ ദ ഓറിക്കിൾസ് ആൻഡ് വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസ് എന്ന് തിരിച്ച് ബ്ലഡ് ഓറിക്കിൾസിലേക്ക് പമ്പ് ചെയ്യുന്നത് ഇല്ലാതാക്കാനാണ് AV വാൾവ്സ് ഉള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ വാൽവിൻ്റെ പേരാണ് സെമി ലൂണ വാൾവ്സ്. റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു ദ അയോട്ട ആൻഡ് പൾമിനറി ആർട്ടറി. അയോട്ടയിലേക്കും പൾമിനറി ആർട്ടറിയിലേക്കും പോകുന്ന ബ്ലഡിൻ്റെ ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെമി ലൂണർ വാൾവ്സ്. നമ്പർ 13. ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ABC എന്നുള്ളത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ A എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും പ്യുവർ ബ്ലഡ് ആണല്ലോ ഉണ്ടാവുക. ആ പ്യുവർ ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിൻ്റെ പേര് എപ്പോഴും എന്തായിരിക്കും? അയോട്ട ആയിരിക്കും. അപ്പം നമുക്ക് നോക്കാം. അയോട്ടയാണ് ആൻസർ. പിന്നെ അയോട്ടൻ്റെ ഫ്രണ്ടിലുള്ള ഈ വാൽവിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് സെമി ലൂണാർ വാൾവ്സ് എന്നാണ്. പിന്നെ ഈ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14. ഫിൽ അപ്പ് ABCD ആൻഡ് കംപ്ലീറ്റ് ദ ബ്രാഞ്ചിങ് ചാർട്ട് ഗിവൺ ബിലോ. ഇവിടെയുള്ളത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
പ്ലാസ്മ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് വരിക ഫോംഡ് എലമെൻറ്റ്സ് ആണ്. RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ബി എന്നുള്ളത് WBC ആണ്. WBCനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഗ്രാനുലോസൈറ്റ്സും എ ഗ്രാനുലോസൈറ്റ്സും ആണ്. ഗ്രാനുലോസൈറ്റ്സിൽ ന്യൂട്രോഫിലും ഉണ്ട്, ബേസോഫിലും ഉണ്ട്. അതിൻ്റെ നടുവിൽ വിട്ടുപോയിരിക്കുന്നത് ഈസിനോഫിലാണ്. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഇൻ എ മാൻ നോർമൽ ECG കൺസിസ്റ്റ് ഓഫ് 3 വേവ്സ്. 3 എണ്ണം ഉണ്ട്. P വേവ്, QRS ആൻഡ് T വേവ്. വാട്ട് ഡസ് ദ എബോവ് വേവ് മീൻസ്? ഇതിൻ്റെ മീനിങ് എന്താണ്? P വേവ് എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് ആട്രിയ, ആൻഡ് QRS വേവ് എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്, ആൻഡ് T വേവ് എന്ന് പറഞ്ഞാൽ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ഇതാണ് നടക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലേബൽ A, B, C ആൻഡ് D. ഇവിടെ തന്നിരിക്കുന്ന ABCD എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. A എന്നുള്ളത് സുപ്പീരിയർ വീനക്കാവയാണ്. A എന്നുള്ളത് അയോട്ടയാണ്, കാരണം റെഡ് ബ്ലഡ് വെസൽസ് ആണല്ലോ. B സുപ്പീരിയർ വീനക്കാവയാണ്. ഈ താഴെ കാണുന്ന ബ്ലൂ ഇൻഫീരിയർ വീനക്കാവയാണ്. C എന്നുള്ളത് പൾമിനറി ആർട്ടറിയാണ്. D എന്നുള്ളത് ട്രൈക്കസ്പിഡ് വാൽവാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്? P വേവിൻ്റെ ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. P വേവിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. P വേവ് റെപ്രസെൻറ്റ് ഓറിക്കുലർ ഡീപോളറൈസേഷൻ ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് ഓഫ് പേഷ്യൻറ്റ് ബ്ലഡ് പ്രഷർ ഈസ് 140/90. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? 140/90 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ടെൻഷനാണ് ആൻസർ, അല്ലെങ്കിൽ ഹൈ BP എന്ന് എഴുതിയാലും മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. SA node has the key role in the rhythmic activity of human heart. Give reason. SA നോഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന്? The rhythmic activity of the heart is controlled and regulated by SA node. SA നോഡിൽ നിന്നും ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഹാർട്ട് ബീറ്റ് ആൻഡ് ഇറ്റ് ഇസ് പാസ്ഡ് ടു AV നോഡ്. AV നോഡിലേക്ക് എത്തും. ആൻഡ് ഇറ്റ് പാസ്ഡ് ഇൻ ടു AV ബണ്ടിൽ. പിന്നെ അത് AV ബണ്ടിലേക്ക് എത്തും, കോസിങ് ഓറിക്കുലർ കൺട്രാക്ഷൻ. ആ ഓറിക്കുലർ കൺട്രാക്ഷനിൽ നിന്ന് പർക്കിഞ്ചെ ഫൈബേഴ്സിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്തിട്ട് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കും. ഇതാണ് SA നോഡിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആൻഡ് റെഗുലേറ്റ് ദ റിത്തമിക് ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് എന്ന് എഴുതിയാലും കറക്റ്റാണ് ആൻസർ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പോൾ ഈ ബ്ലഡിൻ്റെ ഫ്ലോ ചാർട്ട് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. WBC ഡിവൈഡഡ് ഇൻറ്റു A ഗ്രാനുലോസൈറ്റ്സ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഗ്രാനുലോസൈറ്റ്സ്. ന്യൂട്രോഫിൽ ഉണ്ട്, ഈസിനോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്. ഇവിടെ ബേസോഫിലാണ് വരിക. ബേസോഫിലിൻ്റെ ഫംഗ്ഷൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. ഈസിനോഫിലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രേറ്റ് ഹിസ്റ്റാമിൻ ആൻഡ് സെറട്ടോണിൻ ആണ്. A ഗ്രാനുലോസൈറ്റ്സ് 2 എണ്ണം ഉണ്ട്. ഒന്ന് മോണോസൈറ്റ് ആണ്, വേറൊന്ന് ലിംഫോസൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ മോണോസൈറ്റ് ആണ് ഡെസ്ട്രോയ് ജേംസിനുള്ളത്. ഫാഗോസൈറ്റോസിസ് ആണല്ലോ അതിൻ്റെ ഫംഗ്ഷന്. പിന്നെ D എന്നുള്ളത് ലിംഫോസൈറ്റ് ആണ്, അതിൻ്റെ ഫംഗ്ഷന് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എഴുതി വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21. ABC എന്ന് പറഞ്ഞിട്ടുള്ള കോളം തന്നിട്ടുണ്ട്. അത് മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിരിക്കുന്നത്. ന്യൂട്രോഫിൽസ് 60 to 65% ആണ് ആൻസർ വരിക. അതിൻ്റെ ഫംഗ്ഷന് ഫാഗോസൈറ്റോസിസ് ആണ്. ഈസിനോഫിൽസ് 2 to 3% മാത്രമേ വരുള്ളൂ. അതിൻ്റെ ഫംഗ്ഷന് അലർജിക് റിയാക്ഷൻ ആണ്. പിന്നെ മൂന്നാമത്തത് ലിംഫോസൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 20 to 25%. അതിൻ്റെ ഫംഗ്ഷന് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഇനി ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. PQRST എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ QRS കോംപ്ലക്സ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. മെൻഷൻ ദ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ECG. ECGയുടെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? നമുക്ക് ആൻസർ നോക്കാം. QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആണ്. നേരത്തെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, എന്തായിരുന്നു P വേവ് എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡീപോളറൈസേഷൻ ഓഫ് ഓറിക്കിൾസ് ആണ്. ഇവിടെ QRS വേവ്സ് എന്ന് പറഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആണ്. ഇനി എന്താണ് ഈ QRS വേവിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്? ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് QRS കോംപ്ലക്സസ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം പീരീഡ് ഡിറ്റർമിൻ ദ ഹാർട്ട് ബീറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ.
ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹാർട്ട് ബീറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ QRS കോംപ്ലക്സിൻ്റെ നമ്പർ എണ്ണിയിട്ടാണ്. അപ്പോൾ ഈ QRS കോംപ്ലക്സിന് എന്തെങ്കിലും നമ്പറിൽ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ഹാർട്ടിൻ്റെ അബ്നോർമാലിറ്റി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും ഹാർട്ടിൻ്റെ നോർമൽ ഫങ്ഷനിങ് ആണോ അബ്നോർമൽ ഫങ്ഷനിങ് ആണോ എന്നുള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23. ഇവിടെ 4 സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, 4 സെൽസ് കൊടുത്തിട്ടുണ്ട്. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ഈസിനോഫിൽ ആൻഡ് ലിംഫോസൈറ്റ്. ഇതിനെ 2 കോളം ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാനുലോസൈറ്റ്സും എ ഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോഫിലാണ്, ഈസിനോഫിലാണ്. എ ഗ്രാനുലോസൈറ്റ്സ് മോണോസൈറ്റാണ്, ലിംഫോസൈറ്റാണ്. ഓക്കെ. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കോൾഡ് ബ്ലഡ് സീറം. ഇനി 2 ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡയഗ്രത്തിൽ ഹാർട്ടിൽ നിന്നും ബ്ലഡ് വെസൽ ഡയറക്റ്റായിട്ട് ബോഡി ക്യാവിറ്റിയിലേക്കാണ്. രണ്ടാമത്തേൽ ഹാർട്ടിൽ നിന്ന് ആർട്ടറി വഴി കാപ്പില്ലാരീസ് വഴിയാണ് ബോഡിയിലേക്ക് എത്തുന്നത്. നെയിം ദ അബൌട്ട് 2 ഡയഗ്രാംസ് എ ആൻഡ് ബി. എ ഏതാണ്? ഓപ്പൺ സർക്കുലേഷൻ. ആൻഡ് ബി ഏതാണ്? ക്ലോസ്ഡ് സർക്കുലേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ദ ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റി ഓഫ് കോക്രോച്ച് ഇസ് നോൺ ആസ്. കോക്രോച്ചിൻ്റെ ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ഹീമോസീൽ. ഇനി ഓപ്പൺ സർക്കുലേഷൻ ഒരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോക്രോച്ച്. ക്ലോസ്ഡിന് എക്സാമ്പിളാണ് ഏത്? ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 26. കോപ്പി ദ ടേബിൾ ആൻഡ് ഫിൽ ദ ഗ്യാപ്പ് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. കോപ്പി ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കോളം അങ്ങനെ തന്നെ വരച്ച് വെക്കണം. അപ്പോൾ വരയ്ക്കുന്നതിനൊക്കെ മാർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ബ്ലഡ് സെൽസ് WBC എന്നാണ് ഇവിടെ എഴുതേണ്ടത്. കാരണം ടൈപ്പ് ഓഫ് സെല്ല് ഗ്രാനുലോസൈറ്റും എ ഗ്രാനുലോസൈറ്റും ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗ്രാനുലോസൈറ്റിന് തന്നതുകൊണ്ട് തീർച്ചയായും ആ ബ്ലഡ് സെൽ ഏതായിരിക്കും? WBC ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം. WBCനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഗ്രാനുലോസൈറ്റ് എന്നും എ ഗ്രാനുലോസൈറ്റ് എന്നും. ഗ്രാനുലോസൈറ്റിൽ വീണ്ടും ഡിവൈഡ് ചെയ്യാണ് ന്യൂട്രോഫിലും ബേസോഫിലും ആയിട്ട്. എ ഗ്രാനുലോസൈറ്റ് വീണ്ടും ഡിവൈഡ് ചെയ്യാണ് ലിംഫോസൈറ്റും മോണോസൈറ്റും ആയിട്ട്. അപ്പോൾ ന്യൂട്രോഫിലും ബേസോഫിലും ആവുന്ന സമയത്ത് ഇവിടെ ഫാഗോസൈറ്റോസിസ് എന്ന് കൊടുത്തതുകൊണ്ടാണ് നമ്മളിവിടെ ന്യൂട്രോഫിലിന് എഴുതിയിരിക്കുന്നത്. ബേസോഫിലിൻ്റെ ഫംഗ്ഷന് ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ്. ലിംഫോസൈറ്റിൻ്റെ ഫംഗ്ഷൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. മോണോസൈറ്റിൻ്റെ ഫംഗ്ഷന് ഫാഗോസൈറ്റോസിസ് ആണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 27. പേഴ്സൺ AB blood group is called universal recipient. Give reason. List out any 2 disorders of human circulatory system. Okay. AB blood ഗ്രൂപ്പിന് എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഹാസ് നോ ആൻറ്റിബോഡീസ്, സോ ഇറ്റ് ക്യാൻ റിസീവ് എനി ഓഫ് ദ ബ്ലഡ് ഗ്രൂപ്പ്സ്. ഓക്കെ. ഇനി 2 ഡിസോർഡേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള ഇഷ്ടമുള്ള നിങ്ങൾ പഠിച്ച ഏതെങ്കിലും 2 എണ്ണം എഴുതാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ആൻജീനയും ഹാർട്ട് ഫെയിലിയറാണ്. ഹാർട്ട് അറ്റാക്ക് എഴുതാം, പിന്നെ ഹൈപ്പർ ടെൻഷൻ എഴുതാം, ഹൈപ്പോ ടെൻഷൻ എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ.